ഉളിക്കൽ റോഡിൽ നിറയെ എണ്ണിയാൽ തീരാത്ത കുഴികളാണ്. മഴക്കാലമായതോടെ കുഴികളിൽ വെള്ളം നിറയുമ്പോൾ അപകടങ്ങൾ പതിവാണ്. നിരവധി സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന മലയോരത്തെ പ്രധാന റോഡിനെ നിലവാരമുള്ള റോഡാക്കി മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇരിട്ടി തന്തോട് ജംഗ്ഷൻ മുതൽ ഉളിക്കൽ ടൗൺ വരെയുള്ള 7 കിലോമീറ്റർ റോഡ് 16 വർഷം മുൻപാണ് മേക്കാടൻ ടാറിംഗ് ചെയ്തത്. റോഡിലെ കയറ്റം കുറയ്ക്കാനും വളവുകൾ ഒഴിവാക്കാനും അന്ന് നടപടിയുണ്ടായില്ല. റോഡിന് വീതിയും വളരെ കുറവാണ്. ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന മലയോരത്തെ പ്രധാന റോഡാണിത്. 7 കിലോമീറ്ററിൽ 32ഓളം കുഴികൾ രൂപപ്പെട്ടിട്ടുമുണ്ട്. പൊതുമരാമത്ത് ജില്ലാ റോഡ് പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും വികസനം ഇന്നും അകലെയാണ്. കുഴികൾ അടയ്ക്കാൻ അധികൃതർ നടപടിയെടുക്കാതിരുന്നപ്പോൾ അപകടങ്ങളും പതിവായി. വർഷങ്ങളായിട്ട് ഓൾമോസ്റ്റ് ഒരു 8-9 വർഷത്തോടെയായിട്ട് ഈ റോഡിൻ്റെ യാതൊരുവിധ മെയിൻ്റനൻസ് വർക്കും ചെയ്യുന്നിട്ടില്ല. ഇതുവരെ റീടാറിങ്ങോ കാര്യങ്ങളോ അന്ന് ചെയ്തതല്ലാതെ ഇതിനുശേഷം ആരും ഇതിനെ തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വർഷാവർഷം ഏതെങ്കിലും കുറേ ആൾക്കാർ വരുന്നു, ചെറിയതായിട്ട് പാച്ച് വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിന് പ്രോപ്പറായിട്ടുള്ള ഓവുചാലുകളില്ല, കലുങ്കുകളില്ല, വീതിയാണെങ്കിൽ വളരെ കുറവ്. നിലവിൽ ഒരു 100-150ഓളം പ്രൈവറ്റും KSRTC ആയിട്ടുള്ള ഓടുന്ന റോഡാണ്. അതുപോലെ തന്നെ 100-120ഓളം സ്കൂൾ ബസ്സുകൾ ഓടുന്നതാണ്. 10-11 സ്കൂളിലേക്ക് പോകുന്ന ബസ്സുകൾ കാര്യങ്ങൾ, അതുപോലെ പ്രൈവറ്റ് വാഹനങ്ങൾ, ആംബുലൻസുകൾ, ഗുഡ്സ് വാഹനങ്ങൾ. നിലവിൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ, ആളുകൾക്ക് നടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥ. അപ്പം അധികൃതർ എത്രയും വേഗം ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കി ഈ റോഡിന് വീതി കൂട്ടി പ്രോപ്പറായിട്ടുള്ള ഓവുചാലുകളും കാര്യങ്ങളും കലുങ്കുകളും നിർമ്മിച്ച് റോഡിനെ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റോഡിന്റെ വശങ്ങൾ മിക്കയിടത്തും പൊട്ടിപ്പൊളിഞ്ഞു. ചെട്ടിയാർ പീടിക, കടത്തുംകടവ്, പുതുശ്ശേരി, ചുള്ളിയോട്, മുക്കട്ടി ഭാഗങ്ങളിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടത്. ഓവുചാൽ ഇല്ലാത്തതിനാൽ മഴവെള്ളം റോഡിൽ കൂടിയാണ് ഒഴുകുന്നത്. റോഡിലെ കുഴികൾ നികത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അത് പാലിക്കപ്പെടുന്നില്ല. ഇരിട്ടിയിൽ നിന്നും ഉളിക്കൽ വഴി മാട്ര, കാലാങ്കി വരെയുള്ള റോഡ് കേന്ദ്ര റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പായില്ല. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.